നമസ്കാരം. കേരള ന്യൂസ് 60 ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ പതിപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. റാപ്പർ വേടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. റാപ്പർ വേടനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബലാത്സംഗ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് കേരള ന്യൂസ് 60യും രാഹുൽ സി രാജു ഒരു പ്രതികരണം രേഖപ്പെടുത്തിയില്ല എന്ന് പലരുമൊക്കെ ആലോചിക്കുന്നുണ്ടാവും. പല ആളുകളുമൊക്കെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ഈ വിഷയത്തിൽ പ്രതികരിക്കൂ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് പ്രതികരണം വൈകി എന്ന് ചോദിച്ചാൽ, ഈ വിഷയത്തിൽ ഹൈക്കോടതി എന്ത് രീതിയിലുള്ള മറുപടിയാകും പറയാൻ പോവുക? എന്തായാലും റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്യണമെന്ന് കോടതി പറയുമോ? ഇതൊക്കെ അറിഞ്ഞ ശേഷം പ്രതികരിക്കാം എന്നോർത്ത് ഇരിക്കുകയായിരുന്നു. അങ്ങനെ കോടതി ഇന്നൊരു പ്രതികരണം രേഖപ്പെടുത്തി. കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: ബന്ധമുലയുമ്പോൾ ബലാത്സംഗമായി കണക്കാക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അപ്പോ പരാതിക്കാരി മറ്റൊരു കാര്യം കൂടി പറയുന്ന സാഹചര്യം ഉണ്ടായി. വേടനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ക്രിമിനൽ നടപടിക്രമത്തിൽ മുഖ്യമന്ത്രിക്ക് എന്ത് പങ്കെന്നായിരുന്നു കോടതി മറുചോദ്യമായിട്ട് ചോദിച്ചത്. എന്തായാലും ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ പരാതിക്കാരി കൊടുത്തിട്ടുള്ള പരാതി ജെന്യുവിൻ ആണോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ എന്തായാലും വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ചോദ്യവും അതുപോലെ തന്നെ ഇടപെടലുമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പൊ പലപ്പോഴും ഇത്തരത്തിൽ നടക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ എല്ലാവരും, ഞാനും നിങ്ങളടക്കമുള്ള ആളുകളും ഒക്കെ ഇരയ്ക്കൊപ്പം നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഒരു കാരണവശാലും നമ്മൾ വേട്ടക്കാരന്മാർക്കൊപ്പം നിൽക്കാറില്ല. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഇര എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്ന വ്യക്തിക്കൊപ്പമാണോ സത്യത്തിൽ നീതി ഉള്ളതെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. കാരണം പലപ്പോഴും അതിജീവിതയുടെയും ഇരയുടെയും ഒക്കെ മുഖം മൂടി അണിഞ്ഞ് വ്യക്തിപരമായി പലരെയും ഒക്കെ ആക്രമിക്കാൻ വേണ്ടി നിയമം ദുരുപയോഗം ചെയ്യുന്ന കാഴ്ച ഇടക്കാലത്തൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോടതി ഈ വിഷയത്തിലൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കിയ ശേഷം എന്തായാലും നമുക്കൊരു പ്രതികരണം രേഖപ്പെടുത്തുന്നതാണ് എന്തുകൊണ്ട് നല്ലതെന്ന് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവത്തെ കുറിച്ച് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ശരണ്യ തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാപ്പർ വേടൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെയാണ് ശരണ്യ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. എന്തായാലും ശരണ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച ശേഷം ഈ കേസിൽ ചിലതൊക്കെ പറയാറുണ്ട്. നിരുപാധികം വേടനൊപ്പം തന്നെ. വേടന്റെ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിത ഇറക്കിയ വീഡിയോ കണ്ടതിന് ശേഷം ഒരു പ്രസിദ്ധ വക്കീലുമായുള്ള അഭിമുഖത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത് നിലനിൽക്കില്ല എന്ന്. 2 മാസങ്ങൾക്ക് മുൻപേ ആണെന്ന് തോന്നുന്നു ഈ കേസ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പൊങ്ങി വന്നത്. തത്സമയം വേടൻ പ്രോഗ്രാം കൊണ്ടും സിനിമയിലെ പാട്ടുകൾ കൊണ്ടും ഹിറ്റടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. അന്ന് ഗാലറിയിൽ ഇരുന്ന് കളിച്ചവരുടെ ആവശ്യം വേടൻ മാപ്പ് പറയണം എന്നതായിരുന്നു. എന്തായാലും വേടൻ തുടർന്ന് ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തെറ്റു പറ്റിയിട്ടുണ്ട്, തിരുത്തി തന്നെ മുൻപോട്ട് പോകുമെന്ന്. പക്ഷെ ഗാലറിയിൽ ഉള്ളവർക്ക് അത് പോരാതെ വന്നു. കഴിഞ്ഞ മാസം ഒരു കേസ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. എന്നിട്ടും കലിപ്പ് തീരാഞ്ഞിട്ടാണ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇറക്കിയത്. ഇരയുടെ ട്രോമ ആണെന്നാണ് ആദ്യം പ്രചരിപ്പിച്ചത്. പിന്നീട് ആ വീഡിയോയിൽ വന്ന 3 കാര്യങ്ങളുണ്ട് അവരുടെ ട്രോമയുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണെന്ന്. അതിന് മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ. ആദ്യ കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയ പുതിയ പീഡന പരാതി കേട്ടപ്പോൾ തോന്നിയത് 2020 ജൂണിലാണ് വേടന്റെ ആദ്യ ആൽബമായ വോയിസ് ഓഫ് വോയിസ്ലെസ് റിലീസാകുന്നത്. ഒട്ടും പ്രശസ്തനല്ലാത്ത ഒരുവന്റെ അധികമാരും കാണാത്ത ആദ്യ ആൽബം കണ്ടാണോ കേരളത്തിന് പുറത്ത് സർവകലാശാലയിൽ, അതും ആദിവാസി സംഗീതത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർ എന്ന് പറയപ്പെടുന്നവർ വേടനെ തിരഞ്ഞെത്തിയത്? ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാതെ നടക്കുന്ന കാലത്ത് തന്റെ ആദ്യത്തെ പാട്ട് കേട്ട് ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ഗവേഷകരെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കി പോലും. 2021 ഞാൻ വേടനെ ആദ്യമായി വിളിക്കുന്നത്. അന്ന് മീറ്റു കേസിൽ അവൻ ആകെ തകർന്ന് ഇരിക്കുകയായിരുന്നു. അവർക്കിടയിൽ നടന്നത് അന്ന് എന്നോട് പറഞ്ഞതാണ്. അപ്പോഴേ പറഞ്ഞു, സാരമില്ല, നീ തെറ്റി തിരുത്തി വാ, നിന്നെ ഞങ്ങൾക്ക് വേണം, പാട്ടെഴുതണം, നീ വലിയ ആളാകുമെന്നൊക്കെ. അവനോട് ഒരു മകനോടുള്ള സ്നേഹവും കരുതലും അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷവും, അല്ലെങ്കിൽ ഞാൻ ചാകുന്നത് വരെ കാണും. അന്നേ പറഞ്ഞു, കൊച്ചേ നീ സൂക്ഷിക്കണമെന്ന്. അന്ന് തൊട്ട് ലാസ്റ്റ് നേരിൽ കണ്ടപ്പോഴും ഇതാണ് പറഞ്ഞത്. അവനുമായി ബന്ധമുള്ളവരോടും പറഞ്ഞു സൂക്ഷിക്കണം. പീഡന പരാതികൾ ഒന്നിന് പുറകെ ഒന്നായി വരും. നിവർന്നു നിൽക്കാൻ അവർ സമ്മതിക്കില്ലെന്ന്. കാരണം അവരുടെയൊക്കെ ചിന്തകളും പ്രവർത്തികളും ഇത്തരത്തിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെന്ന് കുറെ കാലമായി മനസ്സിലാക്കിയതാണ്. ഇനി ഇന്റർവ്യൂവിലേക്ക് വന്നാൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്റെ ബോധ്യങ്ങൾ അത് ഇനി ആരും തിരുത്താൻ വരണ്ട. അരിയാഹാരം കഴിച്ചാണ് ജീവിക്കുന്നത്. മോരും മുദ്രയും കണ്ടാൽ നന്നായി തിരിച്ചറിയാൻ സാധിക്കും. 1, വേടൻ വേട്ടക്കാരനാണെന്ന്. പട്ടിക്ക് കഴിക്കാൻ വേട്ട ആടാറുണ്ടായിരുന്നു. നിലവിലെ ഫോറസ്റ്റ് കേസിന് ശക്തി പകരാൻ ഫാബ്രിക്കേറ്റ് ചെയ്തതാണെന്ന് ഏതൊരു ആൾക്കും മനസ്സിലാകും. ഇരയുടെ ട്രോമയായിട്ട് പട്ടിയുടെ തീറ്റ ഒരു കാരണവശാലും ചേർന്ന് പോകുന്നില്ല.
ഹൽവയും മത്തിക്കറിയും പോലെ. 2, വേടന്റെ രാഷ്ട്രീയം, വെൽഫെയർ പാർട്ടി ആയിട്ടുള്ള ബന്ധം. 2 വ്യക്തികൾ റിലേഷൻഷിപ്പിൽ ഇരിക്കെ ആരുടെയും രാഷ്ട്രീയം ആർക്കും വേണ്ടി അടിയറവ് വെക്കേണ്ടതില്ല. ബ്രാക്കറ്റിൽ പറയുന്നു ട്രോമയും വെൽഫെയർ പാർട്ടിയും ഐസ്ക്രീമും തേങ്ങാ ചമ്മന്തിയും പോലെയെന്ന്. 3, വേടന്റെ അമ്മയെ പറ്റി സ്വകാര്യമായ നിമിഷത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവരുടെ ട്രോമയുമായി എന്തു ബന്ധം? ഗ്യാലറി ഉള്ളവർ ഈ ഇരയുടെ നീതിക്ക് വേണ്ടിയല്ല, മറിച്ച് സോഷ്യൽ ക്രിമിനൽ എന്നൊരു അച്ചുണ്ടാക്കി അതിലേക്ക് വേടനെ ഇറക്കാൻ ഫാബ്രിക്കേറ്റായി ചെയ്തൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആണിത്. കൂടുതൽ ഇതിലൊന്നുമില്ല. ഈ അടുത്ത കാലത്താണ് ഷൈൻ ടോമിന്റെ കേസ് വളരെ മാന്യമായി ഡീൽ ചെയ്തത്. മനുഷ്യൻ നന്നാവാൻ അവസരമുണ്ട്, അത് നല്ലവരിൽ നല്ലവരായ നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അത്ര ഉറപ്പുള്ളവർ. ഇവർക്കിടയിൽ ഒരു മീഡിയേറ്റർ ആവുകയും ഇത് മാന്യമായി കൈകാര്യം ചെയ്യുകയുമാണ് വേണ്ടത്. കേരളത്തിൽ നടക്കുന്ന ഡിവോഴ്സിന്റെ കേസിൽ പോലും രക്ഷിതാക്കൾ തേർഡ് പാർട്ടികളാണെന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നു. കൂടുതലും ഡിവോഴ്സ് ഉണ്ടാകുന്നത് ഈ തേർഡ് പാർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ. പെണ്ണിനെ ഒരു ഇൻസ്ട്രുമെന്റ് ആയി ഉപയോഗിക്കുകയല്ലേ ഇത്തരം ഫാബ്രിക്കേറ്റഡ് കഥകൾ ഇറക്കുന്നവർ ചെയ്യുന്നത്? ഇരയോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്നു. ഈ പോസ്റ്റിന്റെ പേരിൽ എനിക്ക് എന്തൊക്കെ നഷ്ടം വന്നാലും ഒന്നുമില്ല. കാരണം ഞാൻ നേടിയതൊക്കെയും നേര് പറഞ്ഞാണ്. ഓടിച്ചിട്ട് ആക്രമിക്കുന്നവനെ ചേർത്തു പിടിക്കാൻ തന്നെയാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. ഈ പോസ്റ്റ് എടുത്ത് ആരെങ്കിലും ഖണ്ഡകാവ്യം എഴുതിയാൽ എനിക്ക് അയച്ചു തരേണ്ട. എൻ്റെ നീതിബോധം എൻ്റെയാണ്, അത് മറ്റാരുടെയുമല്ല എന്നാണ് എന്തായാലും ശരണ്യ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവർ ഫേസ്ബുക്കിൽ എഴുതി എന്നത് തന്നെയാണ്. എന്തായാലും റാപ്പർ വേടനെ വലിയ തോതിൽ തന്നെ പല ആളുകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കടന്നാക്രമിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ അയാളുടെ ജാതിയാണ്. ജാതി എന്ന് പറഞ്ഞാൽ ജാതി കാർഡ് ഇറക്കുകയാണെന്നൊക്കെ പല ആളുകളൊക്കെ പറയുമെങ്കിലും അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. 2, അയാളുടെ രാഷ്ട്രീയം ഒരു പ്രശ്നമാണ്. കമ്മ്യൂണിസം വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് റാപ്പർ വേടനെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അയാളുടെ കയ്യിൽ നിന്നല്ല, അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിക്കുന്നു. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ കഞ്ചാവ് പിടികൂടി എന്നേ വരികയുള്ളൂ. ശേഷം അദ്ദേഹം എന്താണ് പറയുന്നത്? ഞാനത് ഉപയോഗിച്ചിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ഞാനത് ഉപയോഗിച്ചിരുന്നുവെന്നും ഇനി അത് ഞാൻ ഉപയോഗിക്കില്ല എന്നും എനിക്ക് അങ്ങനെ മോശം പല സ്വഭാവങ്ങളുണ്ട്, ഞാനത് തിരുത്തും, കാര്യം എന്നെ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ട്, അവർ വഴി തെറ്റരുത് എന്നൊക്കെ പറഞ്ഞ് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിയ വേടനെ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ വേടനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ പല ആളുകളും ഒക്കെ അങ്ങനെ ഒരാളെ നന്നാവാൻ വിടില്ല എന്ന് ശബ്ദമെടുത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ റാപ്പർ വേടനെ കടന്നാക്രമിക്കുന്ന സാഹചര്യം കണ്ടു. അത് ഇവിടെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പരാതികൾ ഉയരുമ്പോൾ എന്താണ് അതിന്റെ വസ്തുത, എന്താണ് സത്യം എന്നൊന്നും അറിയണ്ട, അയാളെ ഇങ്ങനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നന്നായി തന്നെ അറിയാം. എന്തായാലും കേസ് നടക്കട്ടെ, കേസിലെ വസ്തുതകൾ പുറത്തു വരട്ടെ. ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ തീർച്ചയായും അയാൾ ശിക്ഷിക്കപ്പെടണം. ഇനി ഒരു നിരപരാധിയും ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. ഇനി ആരോപണം ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയുടെ ഉദ്ദേശം ആ റാപ്പർ വേടനെ തകർക്കുക എന്നുള്ളതാണെങ്കിൽ എന്തായാലും തീർച്ചയായും ഈ ഇത്തരത്തിൽ ആ ഉദ്ദേശം വെച്ചുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആ ഒരു ഇര എന്ന ലേബലിൽ അറിയപ്പെടുന്ന അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ആരാണ് ഇരയെന്നോ എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. കാരണം കേസ് നടക്കട്ടെ, കേസിന്റെ റിസൾട്ടുകൾ പുറത്തു വരട്ടെ. എന്തായാലും ഞാൻ ഈ പ്രതികരിക്കാൻ വൈകിയത് ഇതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പല സംഭവങ്ങളും പലപ്പോഴും പ്രതികരിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല. പൊതുവെ അറിയാമല്ലോ, നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഈ നിയമങ്ങൾ വലിയ രീതിയിൽ തന്നെ പലരും ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമൊക്കെ നിലവിലുണ്ട്. ആദ്യം ഇര എന്ന് പറഞ്ഞ ആളായിരിക്കും, പിന്നീട് നമ്മൾ ഇതിന്റെയൊക്കെ അവസാനം വിധിയൊക്കെ വരുമ്പോൾ കുറ്റക്കാരനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ മാധ്യമങ്ങൾ വിടുന്ന വാർത്തകളിൽ 95% അറിയാമല്ലോ അവരുടെ രാഷ്ട്രീയം ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടിയും അവരുടേതായിട്ടുള്ള ചില നിഗമനങ്ങളുടെയൊക്കെ പേരിൽ പോകുന്ന വാർത്തകളായിരിക്കും. അതൊന്നും കണ്ടുകൊണ്ട് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. എന്തായാലും കോടതിയാണ് അവസാന വാക്ക്. കോടതി പറയട്ടെ. കേസ് എന്തായാലും കോടതി പരിഗണിക്കുമ്പോൾ നീതി ലഭിക്കേണ്ട ആളാണ് റാപ്പനെങ്കിൽ അയാൾക്ക് നീതി ലഭിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.